ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കുറേ കാലമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഷോട്ട് ഞാൻ എത്രയോ നാളായിട്ടിട്ട്. അപ്പോൾ ഇത് നമ്മൾ മുരുക്കുമ്പുഴ കായലിൽ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറച്ച് ലോങ് ആയിട്ട് ഞാൻ എടുത്തായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊന്നും ഒട്ടും സമയമില്ല. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് എന്തായാലും ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാമെന്ന്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമ്മൾ കാണുന്നത്, നല്ല രസമുണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു വള്ളം വന്ന്. അപ്പോൾ വള്ളത്തിൽ നമുക്ക് എന്തൊക്കെ മീനുണ്ടെന്ന് നോക്കാം. ഇതിൽ കുറച്ച് കരിമീനും കുറച്ച് സിലോപ്പിയ, പിന്നെ തേട്, വേറെ എന്തോ പരിച്ചില് എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചപ്പോൾ ഇതിൻ്റെ പേരുകൾ പറഞ്ഞു തന്നത്. ഇതാ ഒരു കുഞ്ഞു ഞണ്ട് ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും. കൂടെ ഒരു കൊഞ്ചും കൂടി ഇതാ ഓടുന്നുണ്ടായിരുന്നു. അതിനെ എടുത്ത് അതിൻ്റെ തലയിലൊരു പ്രസ് കൊടുത്തു, അപ്പോൾ അത് ചത്തു. പിന്നെ അത് ആ വള്ളത്തിൻ്റെ തന്നെ സൈഡിൽ കുറച്ച് കക്കയും കൂടി ഉണ്ടായിരുന്നു, ചെറിയ കക്കയാണ്. ഈ വെള്ളത്തിലെ ജീവനുള്ള മീനിനെ എല്ലാം എന്താ പിടിച്ച് കൊല്ലുകയാണ്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ കൊല്ലാനൊന്നും. നമ്മൾ മീനെടുത്താൽ മീൻ ഓടി രക്ഷപ്പെടും നമ്മളെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളെ കടിച്ചും തരും അത്. അതുകൊണ്ട് നമ്മൾ ആ പരിപാടിക്കൊന്നും പോകരുത്. പിന്നെ അവിടെ ലേലം വിളിക്കുന്നതാണിത്. ഇത്രയും സിലോപ്പിയയ്ക്ക് അവര് ഓരോരോ എമൗണ്ടുകളാണ് പറയുന്നത്. 700 രൂപ. അടുത്ത വള്ളത്തിൽ നിന്ന് കുറച്ച് കരിമീനും ഉണ്ട്. അപ്പോൾ ഓരോ എമൗണ്ടുകൾ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെറിയ മീനാണ് അടുത്ത വള്ളത്തിൽ വന്നത്. ഈ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതൊരു കുഞ്ഞു മീനാണ്. വല നിറയെ ഉണ്ട് ഈ മീന്. അപ്പം ഞാൻ ഈ മീനൊന്നും വാങ്ങിച്ചില്ല. ഞാൻ സിലോപ്പിയ മീനാണ് വാങ്ങിക്കാൻ വന്നത്. പക്ഷേ നമുക്കത് ലേലത്തിന് അവർ നല്ല വിലയാണ് പറയുന്നത്. ഇത് മിക്സഡ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ ഈ ലേലം വിളിച്ച മീനൊന്നും ഞാൻ വാങ്ങിച്ചില്ല. വീണ്ടും വെള്ളം വരും, നല്ല ലാഭത്തിന് വാങ്ങിക്കാമെന്നും പറഞ്ഞാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറയുന്നുണ്ട്, നീ വാങ്ങിക്കുന്നു. അപ്പം ഞാൻ പറയും ഇല്ല, ഇനിയും വെള്ളം വരും. അങ്ങനെ ഇങ്ങനെ മീനിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ചെറിയ മീനൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഹോട്ടലുകാർ വന്ന് ഇതിനെ പൊന്നു പോലെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഇത് അടുത്തത് ഒരു മീനാണ് വന്നത്. ഇതിൻ്റെ പേര് പാര എന്നാണ് അവർ പറഞ്ഞത്. അടുത്ത വള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്നെങ്കിലും വാങ്ങിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്കിനി അടുത്ത വള്ളത്തിലെ മീൻ എന്താണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെയാണ് നിൽക്കുന്നത്. ദൈവമേ സിലോപ്പിയ ആയിരിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരു വള്ളം മീൻ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനി ഇപ്പോഴൊന്നും വരത്തില്ല, ഒരുപാട് ലേറ്റ് ആവുമെന്നാണ് അവർ പറഞ്ഞത് ചോദിച്ചപ്പോഴത്തേക്ക്. ഇനി വന്ന വള്ളത്തിൽ മീൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുവരെ അവർ വന്നിട്ടില്ല. വള്ളം അടുത്ത് കൊണ്ടുവരികണവർ. അതിലും സിലോപ്പി തന്നെയാണ്. അപ്പോൾ ഓരോ സിലോപ്പിയും ഞാൻ വിചാരിക്കുന്നത് കൂടുതലാണ് വിലയിലും വിളിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കാതെ വെയിറ്റ് ചെയ്യുകയാണ്, വീണ്ടും വില കുറച്ച് കിട്ടുമെന്ന്. അപ്പോൾ ഒരു മീനും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അവസാനം ഈ ലേലത്തിനെടുത്ത മീനിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്. അത് പക്ഷെ കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലേലം വിളിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ലേലം പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത തവണ പോകുമ്പോൾ എന്തായാലും ഞാൻ ലേലം പിടിക്കുമെന്നും പറഞ്ഞിട്ടാണ് വന്നത്. ഇതൊക്കെ അവർ ലേലത്തിന് കൊടുക്കുന്ന ഭയങ്കര ലാഭമാണ്. ഞാൻ ഒരു മീനിനെ എടുത്ത് ഇങ്ങനെ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തത്. പക്ഷെ ഇതൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. ഈ മീൻ നല്ല ജീവനുള്ള മീനാണ്. ഇതെല്ലാം ചെറിയ മീനുകളാണ് വന്നത്. ഇതൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഹോട്ടലുകാരാണ് ഈ മീനുകളെല്ലാം വാങ്ങിച്ചിട്ട് പോകുന്നത്. അവർ എല്ലാം ഇവിടെ ഉണ്ട്. നിറയെ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. മീൻ വാങ്ങിക്കാൻ വേണ്ടി രാവിലെ വരും. നമ്മൾ പിന്നെ മീൻ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. സമയം 9:30 പിന്നെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ മംഗലപുരത്ത് ഒരു ഹോട്ടലിൽ കയറി ബറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നത്. ഇതാണ് നമ്മൾ വാങ്ങിച്ച സിലോപ്പിയ. അപ്പോൾ ഇതിനെ ഇനി കട്ട് ചെയ്ത് കറിയെല്ലാം വെക്കണം. നമുക്ക് അപ്പോൾ ആ പരിപാടികൾ തുടങ്ങാം. അപ്പം ഞാൻ എടുത്ത് നോക്കുകയാണ്, അത് വലുതാണോ ചെറുതാണോ എന്നൊക്കെ. നല്ല ഫ്രഷാണ് കേട്ടോ. ഇതിൽ പിന്നെ ഒരു മായോ ഇല്ല, ദിവസങ്ങളോ ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. നല്ല ഫ്രഷ് മീനാണ്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത്
ഇതാ കറിയെല്ലാം വെച്ച് കറി ഇതാ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രൈ ചെയ്യണം. ഇനി പിന്നെ കുറച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിലും വെച്ചു. ഇതാ ചോറെല്ലാം റെഡിയായി. ഇതാ കറിയും റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റ് കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കറി ഒഴിച്ചു. ഇനി നമുക്കിതെല്ലാം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. എനിക്ക് സിലോപ്പിയ മീൻ ഇഷ്ടമാണ്, പക്ഷേ എല്ലാവർക്കും ഈ മീൻ ഇഷ്ടമില്ല. കായൽ മീൻ ചില ആൾക്കാർ കഴിക്കാറേ ഇല്ല. അവർ പറയും ചില സ്മെല്ലാണെന്ന്. പക്ഷേ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അതുവരേക്കും ടാറ്റാ ബൈ.